അപ്പോൾ എന്താണ് പരിശീലനം? നിയന്ത്രിക്കാൻ. മഹാഭാരതം പറയുന്നു 2 കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ലോകം കീഴടക്കാൻ പറ്റും. ഒന്ന് ഭോജനാസക്തി. എന്തൊക്കെയാണ് ഫാസ്റ്റ് ഫുഡിൽ ഇന്ന് കണ്ടുവരുന്നത്? അത് കഴിച്ച് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കുട്ടികൾ പലരും രോഗിയായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാം സത്യങ്ങൾ. അത് കുട്ടികളെ ബോധവൽക്കരിക്കണ്ടേ? കളർ ചേർത്ത് കഴിച്ചതും അല്ലാതുള്ള കഴിക്കലും നമ്മുടെ പ്രകൃതിക്ക് ചേരാത്തതായിട്ടുള്ള ഭക്ഷണങ്ങളും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത് കഴിച്ച് പല കുട്ടികളും ആസക്തി ഉണ്ട് ഫുഡിന്, ഭക്ഷണം. രണ്ടാമതെന്ന് പറയുന്നത് ഏതാ? ലൈംഗിക ആസക്തി. കൊച്ചു കുട്ടികളെ സഹിതം. ഇപ്പം ഞാൻ നിൽക്കുന്ന ആലുവ മണപ്പുറത്ത് മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് നിൽക്കുന്നത്. മഹാദേവൻ്റെ അവിടുത്തെ വിഗ്രഹത്തിൽ, ശിവലിംഗത്തിൽ ഏകദേശം 21 ദിവസം ഇട്ട് പൂജിച്ച രുദ്രാക്ഷമാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. കൊന്തയുണ്ട്. എനിക്ക് ബൈബിളും ഖുറാനും വേദവും എല്ലാം നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ ബയോളജി സാറാണ്. ആ ബയോളജിയിലെ നിയന്ത്രണവും ഈ ആധ്യാത്മികതയും കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഒരു കുട്ടിക്ക് നന്നായിട്ട് ആ കുട്ടിക്ക് തന്നെ നിയന്ത്രിച്ച് കയറിപ്പോകാൻ അറിയാമെന്നുള്ള വഴി ഞാൻ കണ്ടെത്തി. അങ്ങനെ നമ്മുടെ കുട്ടിക്ക് ധ്യാനവും യോഗയും ജ്ഞാനവും ആയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കൂടെ കൊടുത്ത് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടുപോയാൽ ആ കുട്ടിക്ക് IAS, IPS, IFS, ഡോക്ടറും ഏത് ഉയർന്ന ലെവലിലെത്താൻ പറ്റും. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് നിയന്ത്രണമുള്ളൊരു വ്യക്തിയാവാൻ പറ്റും. അല്ലാതെ കുട്ടികൾ ബഹളം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് അവരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കണം. അപ്പോൾ ഈ ചോദ്യകർത്താവ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അയാളോട് പറയുകയാണ്, എനിക്കിനി ഫാമിലി ലൈഫിനോട് താല്പര്യമില്ല. കാരണം ഞാൻ പരിശീലനത്തിലൂടെ എൻ്റെ ബോഡിയെ ഞാൻ എറക്റ്റൈൽ ഡിസ്ഫങ്ഷനാക്കി വെച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് ബൈബിൾ വചനം ഞാനൊന്ന് ഉദ്ധരിച്ചു. ബൈബിളിൽ യേശുദേവൻ പറയുന്നുണ്ട്, ഷണ്ടരായി ജനിക്കുന്നതുകൊണ്ട്. കാരണം എറക്റ്റൈൽ ഡിസ്ഫങ്ഷനാണ്. അവരെ സംബന്ധിച്ച് ആക്ടിവേഷൻ ഇല്ല. 2 മതിലുചാട്ടം ഒരുപാട് മോശപ്പെട്ട പരിപാടി കാണിക്കുമ്പോൾ നാട്ടുകാർ ഷണ്ടരാക്കും, അല്ലെങ്കിൽ എറക്റ്റൈൽ അവസ്ഥയിലാക്കും, ഡിസ്ഫങ്ഷനിലാക്കും. 3 ദൈവരാജ്യത്തെ പ്രതി നമ്മുടെ ലൈഫിലേക്ക് വേണമെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങാം. അതാണ് അച്ഛന്മാർ, പള്ളിയിലച്ഛന്മാർ, സിസ്റ്റർമാർ, അതുപോലെ തന്നെ യോഗിവര്യന്മാർ, സന്യാസി സിസ്റ്റർമാർ, ആധ്യാത്മികത പഠിക്കുന്ന എല്ലാവർക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നവർക്കും ആ വീഡിയോ മുഴുവൻ കണ്ടവർക്കും ആധ്യാത്മികത അറിയാമെന്നുള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. ലൗകിക ലൈഫ് ഏറ്റവും ഭംഗിയായി ആസ്വദിച്ച് ഇവിടെ തന്നെ സ്വർഗീയ ജീവിതം കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമായി അല്പം ആധ്യാത്മികത കൂടെ പഠിക്കുന്നതാണ്. ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ്, അല്ല ശരീരത്തിനെക്കുറിച്ച് മാത്രമല്ല. അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആരാണ് നമ്മൾ? അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം കുറേ ക്ലാസ്സും കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് കിടന്ന് മൊബൈൽ ഫോൺ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തോന്നിയവാസിയായി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇപ്പോഴത്തെ യുവതലമുറ, ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഈ പുതിയ കുട്ടികളെ അല്ല ഞാൻ പറയുന്നത്. പഴയ തലമുറയിലെ കുറേ ആൾക്കാർ പോലും എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വാശിക്കും വൈരാഗ്യത്തിനും. ഇന്ന് ചെന്താമര എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നിട്ട് 2 പേരെ കൊന്നിട്ട് അയാളെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അയാൾ എഴുതി കാണിക്കുന്നതാണ് അയാൾക്ക് വൈരാഗ്യമാണ്. എല്ലാവരോടും വെറുപ്പാണ്. അപ്പോൾ ചില മനുഷ്യർക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് വെറുപ്പ് കൂടിക്കഴിയുമ്പം അവർ ജ്യൂസിൽ വിഷം കലക്കി കൊടുക്കുക, അവർ വെട്ടിക്കൊല്ലുക, അവർ വളരെ വിദഗ്ധമായിട്ട് കൂടെയുള്ളവരെ കൊല്ലുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുക, എന്നിട്ട് കാട്ടിൽ കയറി പോവുക, മലയിൽ കയറി പോവുക, രഹസ്യമായി പതുങ്ങിക്കളയുക. യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഇതിന് വേറൊരു തലത്തിലല്ല എടുക്കേണ്ടത്. കുട്ടികളിൽ നല്ല സ്നേഹം വളർത്തിയെടുക്കണം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കണം, നല്ല നന്മകൾ വളർത്തിയെടുക്കണം. അതെവിടെ നിന്നേ കിട്ടൂ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് നിന്നാണോ കിട്ടുന്നത്? അല്ല. അത് കിട്ടുന്നത് ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും മഹാഭാരത, രാമായണം, ആധ്യാത്മിക നോളജാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേർക്ക് ചൊറിഞ്ഞുകൊണ്ട് കയറി വരും. കുറേ നിരീശ്വരവാദികൾ ഇങ്ങോട്ട് കയറി വരും, അല്ലെങ്കിൽ കുറേ യുക്തി ഇല്ലാത്ത കുറച്ച് യുക്തിക്കാരന്മാർ ഇങ്ങോട്ട് കയറി വരും. എന്ത് യുക്തി? സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവുകൂടെ നമുക്കുണ്ടായി ധ്യാനവും യോഗയും മെഡിറ്റേഷനും എല്ലാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം. ഞാൻ മുമ്പ് നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ ഇത്രത്തോളം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും ഞാൻ എന്താ ചെയ്യാറുള്ളത്? ആത്മാവിനെ നിയന്ത്രിച്ചിരിക്കും. പക്ഷേ സത്യം ജനങ്ങളിൽ എത്തിക്കണ്ടേ? അപ്പോൾ ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് 90%. ഇങ്ങനെയാണ് പറഞ്ഞത്, 90%. ഇനി എനിക്കൊരു ലൗകിക ഫാമിലി ലൈഫ് വേണ്ടാന്ന് വെച്ചു ഞാൻ എന്നെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഷണ്ടത്വം എന്ന് മലയാളമാക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ ഉദാഹരണം കുറച്ച് വെച്ചു. അത് നല്ല കാര്യമല്ലേ? ഞാൻ ആരെയും പീഡിപ്പിച്ചെന്നോ ബലാത്സംഗം ചെയ്തെന്നോ ഞാൻ ആരെയും നശിപ്പിക്കാൻ നടന്നൊന്നുമില്ലല്ലോ. ഞാൻ മറ്റുള്ളവർക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. പണം കൊടുത്ത് ലാവിഷായിട്ട് സഹായിക്കുന്നു. എന്നാൽ കഴിവുള്ള രീതിയിലുള്ള റെക്കമെൻഡേഷനും സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. സൗജന്യമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പലയിടത്തും 2000-ഓളം കൗൺസിലിംഗ് ഷോ നടത്തി. ഈവൻ പലരും കൗൺസിലിംഗ് ഷോ 4 മണിക്കൂർ 5 മണിക്കൂർ 25,000 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ ഞാൻ 10 നയ പൈസ ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല. ചിലപ്പോൾ വണ്ടിക്കൂലിക്ക് വെള്ളം തരും, പെട്രോൾ അടിക്കാൻ വല്ലതും തരും, കഴിക്കാൻ വല്ലതും തരും, ചില്ലറ തരും. ഞാൻ 10,000 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും 2000 ഷോയ്ക്ക് എനിക്ക് കോടികളാണ്. അപ്പം ഞാനൊരു പ്രവാചക ചര്യ പോലെ ഒരു ജീവിതം നയിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്.